കായംകുളം നഗരസഭ വെസ്റ്റ് മണ്ഡലം 38-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ വെസ്റ്റ് മണ്ഡലം 38-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ നമ്മൾ ആലോചിക്കണം, പഞ്ചവത്സര പദ്ധതിയുടെ ഇന്ത്യ മഹാരാജ്യത്തെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിർത്തിയെങ്കിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധി അടക്കമുള്ളവർ ഒരു കുടുംബത്തിൽ നിന്ന് അമ്മയുടെയും മകന്റെയും വിയോഗം നമ്മളെയൊക്കെ തന്നെ വേദനിപ്പിച്ചുവെങ്കിൽ അവരുടെ മരണവും അവരുടെ വിയോഗവും ഇന്ത്യയുടെ മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. നമുക്ക് അഭിമാനപരമായി പറയാൻ പറ്റും. ഇതുപോലെ പറയുവാൻ പറ്റുന്ന വേറെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ടോ? നമ്മളെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന പാർട്ടിയാണല്ലോ BJP. നമ്മളെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ എതിർക്കുന്ന പാർട്ടിയാണല്ലോ CPM. ഇവരൊക്കെ തന്നെ സ്വന്തം പാർട്ടി നിലനിർത്തുവാൻ വേണ്ടി സ്വന്തം അണികളെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട്, സഹാക്കന്മാരെ സൃഷ്ടിച്ചുകൊണ്ട്, രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി നിലനിർത്തിക്കൊണ്ട് പോകുന്നുവെങ്കിൽ ഈ രാജ്യത്തിന്റെ മതേതരത്തെ കാത്തു സൂക്ഷിക്കുവാനും ഈ രാജ്യത്തിന്റെ അഖണ്ഡത നിലനിർത്തുവാനും ജനിച്ചു വീണ മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ടും അവരുടെ ജീവിതത്തിനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നും ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഞങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന് പറയുവാനുള്ള ധീരത കാണിച്ചിട്ടുള്ള പ്രിയങ്കരിയായ ശ്രീമാൻ ഇന്ദിരാഗാന്ധിയുടെ നാടാണ് ഇന്ത്യ. 21-ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചുയർത്തുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ സ്വപ്നം കാണുവാൻ പഠിപ്പിച്ച നേതാവാണ് രാജീവ് ഗാന്ധി. 21-ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ ഒരു സാഹചര്യം നമുക്കറിയാം. കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നതാരാണ്? കമ്പ്യൂട്ടർ യുഗം കണ്ടുപിടിച്ചതാരാണ്? ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും ഉപജേതാവാണെന്ന് ചോദിച്ചാൽ അർദ്ധസംഖ്യക്കടയില്ല നമുക്ക് പറയാൻ പറ്റും. ശ്രീമാൻ രാജീവ് ഗാന്ധി മാത്രമാണ്. 24 മണിക്കൂറിൽ 18 മണിക്കൂർ ഉറങ്ങാതെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുള്ള ചെറുപ്പക്കാരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ടുള്ള നേതാവായ ശ്രീമാൻ രാജീവ് ഗാന്ധിയുടെ മരണം. ശ്രീമതി ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ നമുക്കറിയാൻ ദിവസങ്ങൾക്ക് മുമ്പ് അവർ നടത്തിയ പ്രസംഗം അത് ഇന്നും വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ കേൾക്കുന്നത്, ലോകത്തെ ജനങ്ങൾ കേൾക്കുന്നത്. അവരെന്താണ് പറഞ്ഞത്? ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ രാജ്യം, ഇതിനെ വെട്ടിമുറിക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒരു തീവ്രവാദ ശക്തികൾക്കും ഒരു വിഘടനവാദത്തിനും ഇന്ത്യയിൽ തലപൊക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. കാര്യം ഒരുപക്ഷെ നാളെ എന്റെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, ഈ മണ്ണിൽ എന്റെ രക്തം വീണേക്കാം, പക്ഷേ ഇന്ത്യയെ വെട്ടിമുറിക്കുവാൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുവദിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അറിയാമായിരുന്നു സുവർണ ക്ഷേത്രത്തിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ നടത്തുവാൻ പോകുന്ന ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനെ പറ്റി അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അവർ പറഞ്ഞത്. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ഷാജി വൈക്കത്ത് അധ്യക്ഷനായി. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈൻലാബ്ദീൻ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ AP ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി ഗായത്രി തമ്പാൻ, മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ വഴിച്ചേരി, മറ്റ് നേതാക്കളായ കടയിൽ രാജൻ, R ഭദ്രൻ, പനക്കൽ ദേവരാജൻ, PK മസൂദ്, തയ്യിൽ റഷീദ്, P രാജേന്ദ്രക്കുറുപ്പ്, സന്തോഷ് വെളുത്തെടുത്ത്, PA കുഞ്ഞുമോൻ, IT അബ്ദുൽ സലാം, ഷെഫി വാലയത്ത്, അമ്പിൽ രാജൻ പിള്ള, ആസിഫ് സെലക്ഷൻ, സുധാകരൻ, പനക്കൽ രാജൻ, പുഷ്പമണി എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.